നേപ്പാളിലെ നുവാൻകോട്ടിൽ പ്രളയം ബാധിച്ചതിന്റെ നേർക്കാഴ്ചയാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ തൃശൂലി നദിയാണ്. ഈ നദിയിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് പൂർണ്ണമായും ഈ പ്രദേശത്തേക്ക് ആർത്തിരമ്പി എത്തുകയും ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും, വീടുകളും, കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം തകർത്തെറിഞ്ഞത്. ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ അതൊരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനം പൂർണ്ണമായും ഇപ്പോൾ മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്നു. ഇവിടങ്ങളിലൊക്കെ മണ്ണടിഞ്ഞിരിക്കുകയാണ്. കാരണം ആ പോകുന്ന ഒരു ചെറിയ പുഴയായിരുന്നു അത്. ആ പുഴ ഇപ്പോൾ വലുതായിരിക്കുന്നു. കാരണം ഈ ബോട്ടാക്കുഷി നദിയിൽ നിന്ന് ആ പ്രളയജലം കുത്തിയൊഴുകി തൃശ്ശൂലി നദിയിലേക്കാണ് എത്തിയത്. അവിടെ നിന്ന് ആ പുഴ വലുതാവുകയായിരുന്നു. കാരണം പുഴയുടെ ഇരു കരങ്ങളും പൊട്ടി ഒലിക്കുകയും അതിൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ സജ്ജീകരിച്ചിരുന്ന എല്ലാ സംവിധാനങ്ങളും തകരുകയും പിന്നീട് അത് ഒലിച്ച് ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തുകയായിരുന്നു. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്രയധികം ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ജലത്തിൻ്റെ ഒഴുക്ക് കുറയുന്നില്ല. സാധാരണ ഇത്രയും ഒഴുക്ക് ഇവിടെ ഉണ്ടാവാത്തതാണ്. ഈ സമയത്തൊന്നും ഇത്രയും ഒഴുക്കുണ്ടാകാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ തുടങ്ങിയ ഒഴുക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിരവധി സ്ഥാപനങ്ങൾ ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. ഇപ്പുറത്ത് വീടുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുണ്ട്, ബാങ്കുകളുണ്ട്. അതെല്ലാം പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ്, ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നേപ്പാളിലെ നവാൻകോട്ടിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും ചെളി നിറഞ്ഞിരിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്തെല്ലാം ഓരോ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കെട്ടിടങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിൽ പോയിരിക്കുന്നു. 2 നില കെട്ടിടങ്ങളുടെ ആദ്യ ഭാഗം ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. ഇപ്പോൾ അതിൻ്റെ 1ാമത്തെ നില മാത്രമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കി സ്ഥലങ്ങൾ പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ തിരികെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവരുടെ ഉപജീവന മാർഗങ്ങളായിരുന്നു പലതും. ചെറിയ കടകളുണ്ടായിരുന്നു, ഹോട്ടലുകളുണ്ടായിരുന്നു, ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന താമസക്കാർ അവരെല്ലാവരും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. ആശങ്കയോടുകൂടി തന്നെയാണ് അവരെല്ലാവരും പോയിരിക്കുന്നത്. കാരണം ഇനിയും സമാനമായ രീതിയിലുള്ള പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ആ പുഴ ഇപ്പോഴും നിലക്കാതെ ഒഴുകുകയാണ്. നിരവധി അവശിഷ്ടങ്ങൾ ഈ പുഴയിലൂടെ കടന്നു വരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആളുകൾ സ്വയം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. വലിയ ആശങ്കയുണ്ട്. കാണാതായവർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഹെലികോപ്റ്ററുകളിലാണ് ഇപ്പോഴത്തെ തെരച്ചിലുകൾ തുടരുന്നത്. എത്രയും വേഗം തങ്ങളുടെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നവാൻകോട്ടിലെ ഈ സാധാരണക്കാരായ മനുഷ്യർ ഉള്ളത്. നേപ്പാളിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.